ഹായ്, ഗുഡ് മോർണിംഗ് അമീൻ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മാനേജീരിയൽ ഗ്രിഡ് തിയറി എന്താണെന്നാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു ഗ്രിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗ്രിഡാണ്. വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. അതിലുള്ള കൃത്യമായ ഓരോ ടേംസ് നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു ഗ്രിഡ് പഠിക്കുക, അതിലുള്ള ഓരോ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇതെന്താണ്, മാനേജറിയൽ ഗ്രിഡ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 1964 റോബർട്ട് ആർ ബ്ലേക്കും ജെയിൻ മോർട്ടണും കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ആശയം കൊണ്ടുവന്നത്. അതായത് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്. ഓരോ ഓർഗനൈസേഷൻസിൻ്റെ പോളിസികളും അവിടുത്തെ ലീഡർഷിപ്പ് സ്റ്റൈലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ചില മാനേജ്മെൻറ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവിടുത്തെ പ്രൊഡക്ഷന് നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്നാൽ ചില മാനേജ്മെൻറ്റ് അവിടുത്തെ എംപ്ലോയീസിനായിരിക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എംപ്ലോയി റിലേഷൻഷിപ്പിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. എംപ്ലോയി റിലേഷൻഷിപ്പിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എന്താണ്, പ്രൊഡക്ഷന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റൈലുകൾ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, എംപ്ലോയീസിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണെങ്കിലും പ്രൊഡക്ഷൻ മാക്സിമം ചെയ്യണം എന്നതായിരിക്കും ചില മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും പണിഷ്മെൻറ്റും എല്ലാം മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ചില മാനേജ്മെൻറ്റ് അവരുടെ എംപ്ലോയീസിന് നല്ല പ്രാധാന്യം കൊടുക്കും, അവരുടെ റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുക്കും, എംപ്ലോയീസിന് നല്ല വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യും, അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ അവരുടെ ടാസ്ക് റിലേറ്റഡ് മൊറൈൽ വർദ്ധിപ്പിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ പലതരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളുണ്ട് കേട്ടോ. ഒരുപാട് ലീഡർഷിപ്പ് സ്റ്റൈലുകളുണ്ട്. ഓരോ ഓർഗനൈസേഷനിലെ ലീഡർഷിപ്പ് സ്റ്റൈല് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്യാനുമാണ് മാനേജീരിയൽ ഗ്രിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഓർഗനൈസേഷനിൽ ഓരോ ടൈപ്പ് എന്തായിരിക്കും ലീഡർഷിപ്പ് സ്റ്റൈലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, ഈ ഓർഗനൈസേഷനിൽ ഏത് സ്റ്റൈലാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. എംപ്ലോയീസിനെ കൂടുതൽ നല്ല രീതിയിൽ നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുതൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടാണോ, ഏത് രീതിയിലാണ് പോകണമെന്നൊക്കെ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഗ്രിഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിന് 2 ആക്സിസാണ്, എക്സ് ആക്സിസും വൈ ആക്സിസും ഉള്ള ഒരു ഗ്രിഡാണ് മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസ് കൂടുതലും പ്രൊഡക്ഷൻ കൺസേൺ ആയിട്ടുള്ള കാര്യമാണ് എക്സ് ആക്സിസിൽ ഉണ്ടാവുക. വൈ ആക്സിസ് എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ പീപ്പിൾ, അവിടെയുള്ള എംപ്ലോയീസിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസ് പ്രൊഡക്ഷനും വൈ ആക്സിസ് അവിടുത്തെ പീപ്പിൾ, സ്റ്റാഫ്, എംപ്ലോയീസിനെയാണ് കൂടുതലായിട്ട് പ്രാധാന്യം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ അവിടുത്തെ പ്രൊഡക്ഷനും പീപ്പിളിനെയും എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനേജീരിയൽ ഗ്രിഡ് ലീഡർഷിപ്പ് സ്റ്റൈല് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ 9 പോയിന്റുകളും വൈ ആക്സിസിൽ 9 പോയിന്റുകളാണ് ഉള്ളത്. എക്സ് ആക്സിസിൽ പോയിന്റുകൾ കൂടുന്തോറും അവിടെ പ്രൊഡക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നതാണ് അർത്ഥം വയ്ക്കുന്നത്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ പോയിന്റുകൾ കൂടുന്തോറും മാനേജ്മെൻറ്റ് എംപ്ലോയീസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ മൊത്തം 81 കോമ്പിനേഷൻ ശരിക്കും ഈ ഗ്രിഡിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ 5 ലീഡർഷിപ്പ് സ്റ്റൈലേ നോക്കുന്നുള്ളൂ കേട്ടോ. അതിൽ ഒന്നാമത്തെ സ്റ്റൈലാണ് ഇംപവറിഷ്ഡ് മാനേജ്മെൻറ്റ്. ഇത് 1-1 എന്നുള്ളതാണ് ഗ്രിഡിൽ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നമ്മൾ പ്രൊഡക്ഷനാണെങ്കിലും പീപ്പിളിനാണെങ്കിലും കുറവായിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എംപ്ലോയീസിൻ്റെ കാര്യത്തിലാണെങ്കിലും മാനേജ്മെൻറ്റ് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അവിടെ കൊടുക്കുന്നില്ല. രണ്ടും വളരെ ലോ ആണ്. പ്രൊഡക്ഷൻ എങ്ങനെയെങ്കിലൊക്കെ നടക്കട്ടെ എന്നാണ് മാനേജ്മെൻറ്റ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ എംപ്ലോയീസ് റിലേഷൻഷിപ്പിനും യാതൊരു വിധത്തിലുള്ള ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ഒരു ലേസി ആയിട്ടുള്ള അപ്രോച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതാണ് 1-1 എന്ന് പറയുന്നത്. രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് 9-1 എന്ന് പറയുന്നത്. ഇത് ടാസ്ക് മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ, അതായത് മാനേജ്മെൻറ്റ് പ്രൊഡക്ഷനെ വെച്ചിട്ട് ഒരുപാട് കൺസേൺ ആണ്, പ്രൊഡക്ഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ പീപ്പിളിന്, സ്റ്റാഫിന് ലോ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അതായത് പ്രൊഡക്ഷന് മാനേജ്മെൻറ്റ് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ബട്ട് അവിടുത്തെ എംപ്ലോയി റിലേഷൻഷിപ്പിന് യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ടാസ്ക് ഏറ്റവും നന്നായി മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ടാസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തെ സ്റ്റൈൽ എന്താണ്, ടാസ്ക് മാനേജ്മെൻറ്റ് സ്റ്റൈലാണ്. ഓക്കെ, ഇത് നല്ല
രീതിയിൽ പഠിക്കുന്നത് 9-1 ആണ്. ഇവിടെ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? പ്രൊഡക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പീപ്പിളിന് വളരെ കുറവ് ഇമ്പോർട്ടൻസേ കൊടുക്കുന്നുള്ളൂ. അത് ക്ലിയർ അല്ലേ? മൂന്നാമത്തെയാണ് കൺട്രി ക്ലബ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് 1-9 എന്നാണ് ഇത് നമ്മൾ ആ ഒരു ഗ്രിഡിൽ കാണാൻ പറ്റുക. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് ടാസ്ക് മാനേജ്മെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ കൂടുതൽ എന്താണ്, ഇവിടെ കൺസേൺസ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവും കൺസേൺ ഓഫ് പീപ്പിൾ, അതായത് സ്റ്റാഫിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ ഹൈ ആണ്. അതായത് മാനേജ്മെൻറ്റ് അവരുടെ പ്രൊഡക്ഷന് യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ബട്ട് അതേസമയം എംപ്ലോയി റിലേഷൻഷിപ്പിന് മാക്സിമം സ്ട്രോങ് ആയിട്ട് വെക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എംപ്ലോയീസ് നല്ല ഹാപ്പിയാണ്, എംപ്ലോയീസിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആണെങ്കിൽ പ്രൊഡക്ഷൻ ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് നടക്കും. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്തയാണ് മൂന്നാമത്തെ കൺട്രി ക്ലബ് മാനേജ്മെൻറ്റിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റൈലും നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഓരോന്നിൻ്റെ വാല്യൂ മനസ്സിലാക്കുക. അടുത്ത നാലാമത്തെയാണ് 9-9 ടീം മാനേജ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ കൺസേൺ ഓഫ് പ്രൊഡക്ഷനും കൺസേൺ ഓഫ് പീപ്പിളും രണ്ടും ഹൈ ആണ്. അതായത് പ്രൊഡക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, നല്ല വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അവിടുത്തെ പീപ്പിളിനും നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എംപ്ലോയി റിലേഷൻഷിപ്പും സ്ട്രോങ് ആണ്, പ്രൊഡക്ഷനും ഇവിടെ സ്ട്രോങ് ആണ്. ഇവിടെ എംപ്ലോയീസിൻ്റെ ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള മൊറയിൽ വർദ്ധിപ്പിക്കാനാണ് കൂടുതലായിട്ട് ഇത് സഹായിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നാലാമത്തെ ടീം മാനേജ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9-9 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ടും ഹൈ ആണ്, പ്രൊഡക്ഷൻ കൺസേണും ഹൈ ആണ്, പീപ്പിൾ കൺസേണും ഹൈ ആണ്. ക്ലിയർ? അഞ്ചാമത്തെയാണ് മിഡിൽ ഓഫ് ദ റോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഡാംപെൻഡഡ് പെൻഡുലം എന്നും അറിയപ്പെടുന്നുണ്ട്. സോ ഇവിടെ ഡാംപെൻഡഡ് പെൻഡുലം ഇവിടെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും എംപ്ലോയീസിൻ്റെ റിലേഷൻഷിപ്പ് ആണെങ്കിലും കമ്പനി ഒരു മോഡറേറ്റ് ആയിട്ടുള്ള പ്രിഫറൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതായത് ഒന്നിനും അധിക പ്രാധാന്യം കൊടുക്കുന്നില്ല, ഒന്നിനും തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നില്ല. രണ്ടിനും ഒരു മീഡിയം ലെവൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ ഇമ്പോർട്ടൻസ് ആണ് മാനേജ്മെൻറ്റ് കൊടുക്കുന്നത്. ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. കാരണം ഇവിടെ എന്താണ്, രണ്ടിനും എന്താ പറയുക, ഒത്തിരി ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ടീം മാനേജ്മെൻ്റ് ആണ് ഈ മൊത്തം 5 എണ്ണത്തിൽ ഏറ്റവും ഒരു അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ഒരു നല്ല ഒരു ബെസ്റ്റ് അപ്രോച്ചായിട്ട് പരിഗണിക്കുക. ആ നടുക്കിൽ കാണുന്ന ടീം മാനേജ്മെൻറ്റിൽ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നടുക്കിൽ കാണുന്നതാണ് മിഡിൽ ഓഫ് ദ റോഡ് എന്ന് പറയുന്നത്. 9-9 ആണ് എന്ത്, ടീം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ മ്യൂച്വൽ ഗോൾ സെറ്റിങ്ങും അതുപോലെ തന്നെ മ്യൂച്വൽ ട്രസ്റ്റും ഓപ്പൺ കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് ടീം മാനേജ്മെൻറ്റിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ? അപ്പോൾ ഇത് മാനേജീരിയൽ ഗ്രിഡ് തിയറി നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഓരോന്നിൻ്റെ പോയിന്റുകൾ പഠിക്കുക, അത് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.